പത്തനംതിട്ടയിലേക്കാണ് പോകുന്നത്. സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള DF ഓഫീസ് മാർച്ച് ഇപ്പോൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വർദ്ധിച്ചുവരുന്ന വന്യജീവി ആക്രമണങ്ങൾക്ക് എതിരെയുള്ള പ്രതിഷേധ മാർച്ചാണ് ഇപ്പോൾ സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. DF ഓഫീസിലേക്കാണ് ഇപ്പോൾ മാർച്ച് നടക്കുകയും ചെയ്യുന്നത്. സിപിഎമ്മിന്റെ നേതൃത്വത്തിലാണ്. സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുക. വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ വലിയ ജനകീയ രോഷം, പ്രതിഷേധമൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആ പ്രതിഷേധം CPIM ഏറ്റെടുക്കുക കൂടി ചെയ്യുന്നത്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മാർച്ച് നടക്കുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ പത്തനംതിട്ടയിൽ ഉണ്ടായ സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ചില ആളുകളെയൊക്കെ കസ്റ്റഡിയിൽ എടുക്കുകയും അതിനെ തുടർന്ന് KU ജനീഷ് കുമാർ MLA ഉൾപ്പെടെയുള്ള ആളുകൾ അതിൽ ഇടപെടുകയൊക്കെ ചെയ്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. അപ്പോൾ അതിനെയൊക്കെ തുടർന്ന് ആ പ്രദേശത്ത് നിലനിൽക്കുന്ന വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിഷേധം. സുജു ബാബു ചേർന്നു. സുജു, വാസ്തവത്തിൽ വലിയൊരു ജനകീയ പ്രശ്നമാണ്. പത്തനംതിട്ടയിൽ നിന്നുള്ളത് മാത്രമല്ല, സംസ്ഥാനത്താകമാനം നിരവധിയായ ആളുകളെ ബാധിക്കുന്ന പ്രശ്നം. കേന്ദ്രത്തിന്റെ ചില നിയമങ്ങൾ വലിയ വെല്ലുവിളി സൃഷ്ടിക്കുന്ന ഘട്ടത്തിലും പക്ഷെ ജനജീവിതത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണം. ആ മുദ്രാവാക്യമാണോ ഇപ്പോൾ CPIM ഏറ്റെടുക്കുന്നത്? തീർച്ചയായിട്ടും അത്തരം ഒരു മുദ്രാവാക്യമാണ് CPIM ഏറ്റെടുക്കുന്നത്. എനിക്ക് പിന്നിലായി കാണാൻ സാധിക്കും വലിയൊരു ജനകീയ മാർച്ചാണ് CPIM നേതൃത്വത്തിൽ കോന്നി DF ഓഫീസിലേക്ക് സംഘടിപ്പിച്ചിരിക്കുന്നത്. വലിയ തരത്തിൽ ജനങ്ങൾ ഒത്തുകൂടിയിരിക്കുന്നു. ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ജനപ്രതിനിധികളുണ്ട്, അങ്ങനെ മറ്റ് CPIM നേതാക്കളുണ്ട്, സാധാരണ പ്രവർത്തകരുണ്ട്. ഇവരെല്ലാം സംബന്ധിച്ചോളം ഒരു വലിയ പ്രതിഷേധത്തിനാണ് ഇപ്പോൾ കളമൊരുങ്ങുന്നത് എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. പെരുന്നാട് ഏരിയ സെക്രട്ടറി MS രാജേന്ദ്രൻ ചെയ്യുന്നു. വലിയൊരു പ്രതിഷേധമാണ് CPIM നേതൃത്വത്തിൽ. അതിശക്തമായ പ്രതിഷേധമാണ് CPIM നേതൃത്വത്തിൽ ഈ നാടാകെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് DF ഓഫീസ് മാർച്ച് അതിന്റെ പ്രതിഫലനമാണ്. അതാണ് സാധാരണക്കാരുടെ ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. അതിന്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ വലിയൊരു പ്രതിഷേധമാണ് തയ്യാറാക്കുന്നത്. തീർച്ചയായിട്ടും ജനരോഷമാണ്. കാരണം നിരപരാധിയായ MLA ക്രൂശിക്കുന്ന തരത്തിലേക്കാണ് ഫോറസ്റ്റുകാർ റിപ്പോർട്ട് കൊടുത്തത്. കാരണം തീർച്ചയായിട്ടും ഞാനും ആ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. MLA ഒരാളെ പോലും പിടിച്ചിറക്കിക്കൊണ്ട് വന്നില്ല. അവിടെ ആ ആൾക്ക് നോട്ടീസ് കൊടുത്ത് 7 ദിവസത്തിനകത്ത് ഹാജരാകണമെന്ന് പറഞ്ഞ് ഫോറസ്റ്റുകാരെ വിട്ടതിന് ശേഷം ഫോറസ്റ്റുകാർ ഈ കഴിഞ്ഞ 4 ദിവസം ഈ ആന ചരിഞ്ഞു കിടന്നിട്ട് അറിയാത്ത അവരുടെ മേൽ കുറ്റം വരും എന്ന് ആരോപിക്കപ്പെടുന്നു എന്നപ്പോഴാണ് ഇത് തിരിച്ച് MLAയുടെ പേരിലേക്ക് ആക്കി മാറ്റിയത്. വലിയ പ്രതിഷേധം തന്നെയാണ്. ജോബി, എങ്ങനെയാണ്? വലിയ പ്രതിഷേധമല്ലേ? വലിയ പ്രതിഷേധമാണ്. ആഹ്വാനമില്ലാതെ തന്നെ ജനങ്ങൾ ഒന്നടങ്കം, കർഷകർ ഒന്നടങ്കം ഈ സമരത്തിൽ പങ്കെടുക്കുകയാണ്. വന്യജീവികളെക്കാൾ ഇവിടെ കർഷകർ ഭയക്കുന്ന ഇപ്പോൾ വനപാലകരെയാണ്. വന്യജീവികളുടെ ആക്രമണത്തെക്കാൾ വനപാലകരുടെ ആക്രമണത്തെ നേരിടേണ്ട സ്ഥിതിയിലേക്ക് മാറുകയാണ്. ഒരു വിഭാഗം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ കൊള്ളരുതായ്മയ്ക്കെതിരെ വലിയ ജനവികാരമാണ് ഈ നാട്ടിൽ ഉയർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും വലിയ പ്രതിഷേധമാണ് ഈ മാർച്ചിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത്. നൂറുകണക്കിന് ജനങ്ങളാണ്. മലയോര ജനതയുടെ വലിയ വിഷയമാണ് ഇപ്പോൾ വന്യജീവി അക്രമം. ആനയുടെ ശല്യം രൂക്ഷമാണ്. പന്നി, കടുവ, മറ്റ് ശല്യങ്ങളൊക്കെ വരുമ്പോൾ പോലും കേന്ദ്ര വന്യജീവി നിയമത്തിൽ മാറ്റം വരുത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അതിൻ്റെയൊക്കെ പ്രതിഷേധം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്നത്. അതിനോടൊപ്പം തന്നെയാണ് KU ജനീഷ് കുമാറിന്റെ MLAയുടെ വനംവകുപ്പ് ഓഫീസ് പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ നിർത്തിയ ഞങ്ങളുടെ പ്രിയ ജനീഷ് കുമാറിനെ തൊട്ടുകളിക്കാൻ വെട്ടിക്കൂട്ടി കത്തിക്കോ. പ്രതിഷേധത്തിന്റെ വലിയ മുദ്രാവാക്യവും പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. കാരണം പ്രധാനമായി ഉന്നയിക്കുന്നത് ജനീഷ് കുമാർ MLAക്കെതിരെ നടത്തിയ വനപാലകരുടെ ഇടപെടൽ അത് ശരിയല്ലെന്ന് തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റോട് ചെയ്യുന്നത്. പ്രസിഡന്റ് ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ വനപാലകരുടെ എതിർപ്പിനെതിരെ MLA, നമ്മുടെ കോന്നി ജനീഷ് കുമാർ MLA നടത്തിയിട്ടുള്ളത് ജനങ്ങളുടെ വികാരമാണ്. അദ്ദേഹത്തിനെതിരെ കള്ളക്കേസ് എടുക്കുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. തീർച്ചയായിട്ടും ജനരോഷം എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇതിനപ്പുറത്തേക്ക് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും വലിയ ഒരു പ്രതിഷേധം നമ്മുടെ കോന്നി മണ്ഡലത്തിൽ സംഘടിപ്പിക്കും. പ്രതിഷേധം തന്നെയാണ്. അതായത് കോന്നി MLA KU ജനീഷ് കുമാറിനെതിരെ നടത്തിയിരിക്കുന്ന വനപാലകർ കൊടുത്തിരിക്കുന്ന കേസ് ഉൾപ്പെടെ വലിയ പ്രതിഷേധവും ശക്തമായ വികാരമാണ് പൊതുവിൽ ഉയർന്നത്. അതുതന്നെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഇപ്പോൾ കോന്നി ഏരിയ കമ്മിറ്റി ആക്ടിംഗ് സെക്രട്ടറി വർഗീസ് വിളിച്ചിട്ടാണ് നിങ്ങൾ വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെ കടക്കുന്നത്. ഇത് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്
ഈ മലയോര മേഖലയിൽ കർഷകർക്ക് ജീവിക്കാനും കൃഷി ചെയ്യാനും ജീവിക്കാനും കഴിയാത്ത സാഹചര്യമാണ്. ആ സാഹചര്യങ്ങൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ്, ജനങ്ങളുടെ ആകെ ശക്തമായ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായ തുടർ സമരത്തിനെതിരെ നമ്മൾ തുടർ സമരവുമായി പോകും. ഫോറസ്റ്റുകാരെടുക്കുന്ന കിരാത നിയമങ്ങൾക്കെതിരെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. വലിയ പ്രവർത്തനോട് ഇത് ചോദിക്കാന്നാണ്. നിങ്ങളൊക്കെ സംബന്ധിച്ചോളം ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണല്ലേ? എങ്ങനെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തോടെ കടന്നു കാട്ടുമൃഗ ശല്യം കൊണ്ട് ഒരു തരത്തിലും ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ എന്ത് ചെയ്യണം? ഇവന്മാര് കാണിക്കുന്നത് എന്തെങ്കിലും ഒരു അതിരുമില്ല. ശരി, സുജു ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ DFO ഓഫീസ് മാർച്ച് CPMന്റെ നേതൃത്വത്തിൽ നടക്കുന്നു. ജനങ്ങളുടെ വലിയ പ്രതിഷേധം വന്യജീവി ആക്രമണങ്ങൾക്കെതിരെ ആ വിഷയത്തിൽ നിസ്സംഗമായി തുടർന്ന കേന്ദ്ര നടപടിക്കെതിരെ ഉണ്ടാകുകയാണ്.